ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 80 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 80 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ സ്പാർക്ക് 80ൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം മിക്ക ഫോണുകളിലും നമുക്ക് HD റെസൊല്യൂഷൻ മാത്രമാണ് കിട്ടുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഫോണുകളിലും തന്നെ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറൊന്നും കിട്ടുന്നില്ല. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നോർമലായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഏകദേശം 91.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ടെക്നോ സ്പാർക്ക് 80ൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് ഏകദേശം 8.85 mm ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും മികച്ച പ്രോസസ്സറാണോ എന്ന് വെച്ചാൽ ഒരിക്കലും ഏറ്റവും മികച്ച പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നത് ബെസ്റ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഫോണുകളൊക്കെ വരുന്നുണ്ട്, അത് നോക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഫോണിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾക്കൊക്കെയാണ്. എന്ന് വിചാരിച്ചിട്ട് ഇതിൽ മോശം പെർഫോമൻസ് ആയിരിക്കും വരിക എന്നല്ല, തരക്കേടില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 4 GB RAM ഒക്കെ കൊടുത്തിട്ടുണ്ട്. 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ 4 GB RAM വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 3 GB RAM ഒക്കെയാണ് വരാറ്. അതുപോലെ തന്നെ ഇതിൽ 64 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണുകളിലും ഇപ്പം 32 GB ഇൻറ്റേർണലാണ് വരുന്നത്. ഇതിൽ 64 GB ഇൻറ്റേർണൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ DTS സ്റ്റീരിയോ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 50 മെഗാപിക്സലിൻ്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് LED ഫ്ലാഷ് ഒക്കെ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് 8,999 രൂപയാണ്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ സ്പാർക്ക് 80ൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ പേപ്പർ ഇതിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. ക്യാമറ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് റിയൽ ലൈഫിൽ കണ്ടറിയേണ്ടി വരും. എന്നാലും ഓൺ പേപ്പർ 50 മെഗാപിക്സലിൻ്റെ ക്യാമറയ്ക്ക് ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ടെക്നോ സ്പാർക്ക് 80 എന്ന ഫോൺ.